ഗൈസ് അപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന കണ്ണൻ്റെ വീട്ടിലാണ്. ഇതാണ് കണ്ണൻ, ഇതാണ് ഈ കണ്ണൻ്റെ വീട്, ഇതാണ് കണ്ണൻ്റെ പട്ടി. 2 പട്ടികളുണ്ട് കണ്ണന്. വീട്ടിൽ വെള്ളം തട്ടിക്കളഞ്ഞ് കഴിച്ചതാ പട്ടി വെള്ളം തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. കണ്ണൻ ഭയങ്കര ദേശത്തിൽ പോയേക്കാണ്. കലിപ്പെടുത്ത് കണ്ട പട്ടി വീണ്ടും കൊണ്ട് അതിനെ പുറകെ വന്ന് ഒന്നും പറയാനില്ല. കണ്ണൻ പട്ടി വൻ കടി പിടുത്തമാണ്. പത്രത്തിൽ വേണ്ടി ഇന്നൊരു കടി ഒട്ടു ഇന്ന്. ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഏരിയ, ഇതാണ് കണ്ണൻ്റെ വീട് സ്ഥലവും, ഇതാണ് കണ്ണൻ്റെ കോഴികൾ. കണ്ണൻ്റെ ചെറുകിട വ്യവസായ ഇൻഡസ്ട്രി. കോഴികൾ ദിവസവും മുട്ടയിടുന്ന കോഴിയാണിത്. ഇതിലൂടെയാണ് കണ്ണൻ ജീവിച്ചു പോകുന്നത്. കണ്ണൻ്റെ ആകപ്പാട വരുമാനം ഇതാണ്. പച്ചക്കളറുണ്ടല്ലോ, എന്ത് സംഭവം എന്ത് അടിക്കാടാ നോവിന് ലാവിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായ പണ്ട് നീ പട്ടി പിടിക്കാതെ മറ്റേ പപ്പിയെ വണ്ടി ഞാൻ കണ്ടില്ല. പണ്ട് പിടിക്കുന്ന മറ്റേ പട്ടിയൊന്നും അതിനെ എല്ലാവർക്കും പേടിയാട്ടാ. ഇല്ല, പക്ഷെ നമുക്കിവിടെ പേടിയാണ്. കാര്യം ഇപ്പം ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യത്തില്ല, അതിനെ അടിക്കാൻ ഒരു ഇത് ഉണ്ടാക്കത്തില്ല. പക്ഷെ ആവശ്യമില്ല ഏത് പട്ടിയാലും കടിക്കും അത്. അതിനിപ്പം ഇതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് കയറി മാന്തു. ഇപ്പൊ ഇത് ലാബാണ് മാൻ, അങ്ങനൊന്നും ഇല്ല. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുവാണ്. കണ്ണൻ്റെ വീടും കണ്ണൻ്റെ പട്ടികളും കോഴികളാണ് ഇന്നത്തെ വ്ളോഗ്. ഹലോ ഗൈസ്, വി ആർ എന്താണ് പറയേണ്ടത്, നമ്മളിപ്പോൾ നമ്മുടെ തോട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തോട്ടം, നമ്മുടെ പച്ചക്കറി തോട്ടം ഇതാണ്. കണ്ടം ഈ കണ്ടം. പിന്നെ ഈ കാണുന്ന പയറും കുന്നൊക്കെ എന്തുകൂടാ കണ്ട തൈകളാണ്, വലുതേ വരുന്നേ ഉള്ളൂ. ഇതാണ് മുളക്, വാടിപ്പോയോ? ഇല്ലില്ല. ഇതാണ് കുട്ടിമുളക്, ഇതാണ് വലിയ മുളക്. ഇതൊക്കെ കിളിച്ച് വരുന്നേ ഉള്ളൂ, ഇതൊക്കെ സെറ്റപ്പായി വരുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഏരിയ, ഇതാണ് നമ്മുടെ ബേസ്. ഈ ബേസാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പോകുന്ന സംഭവം. ഇതാണ് എൻ്റെ കൂടെയുള്ള പാർട്ണർ, ബംഗാളി ബാബു. ഒന്നും തോന്നരുത്, ഈ കാണുന്ന ഒന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. ഇത് മധുരക്കിഴങ്ങാണ്, മധുരക്കിഴങ്ങ്. ഇവന്റെ അഭിപ്രായത്തിൽ എന്താണ് നിനക്ക് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഹൈബ്രിഡ് കഞ്ചാവ്. ഇതാണ് നമ്മുടെ കൃഷി, പയർ. പിന്നെ പയർ മാത്രമല്ല, ഇവിടെ പാവയ്ക്കുണ്ട്. പാവയ്ക്ക് കാണാൻ പാടാണ്. ഇതാ കോപ്പത് നമ്മുടെ ഏരിയ. ഈ ഏരിയയിലാണ് നമ്മൾ ഇപ്പം ബിസിനസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കുന്നത് ഇതാണ്. പാവയ്ക്കൊക്കെ കിളിച്ച് വരുന്നേ ഉള്ളൂ. പാവയ്ക്കൊക്കെ ഇത്ര ആവുന്നുള്ളൂ. അപ്പുറത്തൊക്കെ ഫുൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ പാവയ്ക്ക വാടിപ്പോയി. ഇതിനിടയ്ക്ക് അങ്ങോട്ടൊരു വാഴ ഉണ്ടല്ലോ, കാണുന്നില്ലല്ലോ ഗൈസ്. ഇതിനിടയ്ക്ക് ഒരു കാട്ടുവാഴ ഇപ്പോൾ ഉണ്ട്, കാട്ടുവാഴ. ഉണ്ടാക്കണമെന്ന് കാട്ടുവാഴ. വന്ന വഴി മാർക്കില്ലെന്നാണ് എല്ലാരും പറയുന്നത്, പക്ഷെ ഞങ്ങള് വഴി മറന്നുപോയി. കേരളത്തിന്റെ പഴമൊന്നുമില്ല. പിന്നെന്തോ പിന്നെ ഇത് കേരളത്തിലുള്ള കൊണ്ടുവന്നല്ലേ, ഇത് അർജന്റീന കണ്ടു. പക്ഷെ ഇവിടെ വേറെ വ്യത്യസ്ത തരം ചെടിയുണ്ട്, അത് കാണിച്ചു തരാം എന്താന്നുള്ളത്.